വയനാടും ചേലക്കരയും ഒക്കെ വിധി എഴുതുകയാണ്. രണ്ടിടത്തും മികച്ച പോളിംഗ് ആണ് ഇതുവരെ. വയനാട്ടിൽ ഉച്ചവരെ 35% പേർ വോട്ട് ചെയ്തു. ചേലക്കരയിലാണെങ്കിൽ പോളിംഗ് 40% എത്തിയിരിക്കുന്നു. പ്രായമായവരുടെയും കൈക്കുഞ്ഞുങ്ങളുടെയുമായി എത്തുന്നവരുടെയൊക്കെ നീണ്ട നിരയാണ് രാവിലെ തന്നെ വിവിധ പോളിംഗ് ബൂത്തുകളിൽ കാണാനായത്. ചേലക്കരയിലെ സ്ഥാനാർത്ഥികളായ കെ ബാലകൃഷ്ണനും UR പ്രദീപും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. കെ രാധാകൃഷ്ണൻ MP, സംവിധായകൻ ലാൽ ജോസ് എന്നിവരും ചേലക്കരയിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടർമാരെ നേരിൽ കാണാൻ പ്രിയങ്ക ഗാന്ധിയും രമ്യ ഹരിദാസും നവ്യ ഹരിദാസും ഒക്കെ പോളിംഗ് ബൂത്തിൽ എത്തിയിരുന്നു. നമുക്കിതുമായിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. വയനാട്ടിൽ നിന്ന് ലിജോ വർഗീസും ചേലക്കരയിൽ നിന്ന് ലക്ഷ്മി പത്മയും ചേരുന്നുണ്ട്. അപ്പോൾ ആദ്യം ചേലക്കരയിലെ വിശേഷങ്ങളിലേക്ക്. ലക്ഷ്മി, ചേലക്കരയിലെ മത്സരം തീപാറുന്നതായിരുന്നു. എങ്ങനെയാണ് പോളിംഗ്? ഇതുവരെ നല്ല പോളിംഗ് രേഖപ്പെടുത്തി ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ചേലക്കരയിൽ ആ മണ്ഡലത്തിൽ രേഖപ്പെടുത്തുന്ന വലിയൊരു പോളിംഗ് ശതമാനമായി ഇത് മാറുമെന്ന്. എങ്ങനെയാണ്? ഇത് നമ്മൾ പ്രചരണ രംഗത്ത് കണ്ട അതേ ആവേശം, ആ തീപാറുന്ന ആവേശം, അത് തന്നെയാണ് നമുക്ക് ഈ പോളിംഗ് ദിനത്തിലും കാണാൻ കഴിയുന്നത്. എനിക്ക് പിന്നിൽ കാണുന്ന ക്യൂ നോക്കുക. സാധാരണ ഉച്ചനേരത്തൊക്കെ ആളുകൾ വോട്ട് ചെയ്യാൻ സാധാരണഗതിയിൽ വരാത്ത ഒരു സമയമാണ്. രാവിലെയും വൈകുന്നേരവുമായിരിക്കും തിരക്കുണ്ടാവുക. പക്ഷേ ഈ നട്ടുച്ച വെയിലും ചൂടിലും ആളുകൾ ഇങ്ങനെ വരി നിന്ന് വോട്ട് ചെയ്യുകയാണ്. അതിലും കൂടുതലും വനിതാ വോട്ടർമാരാണ് എന്നുള്ളതാണ്. അമ്മ വോട്ട് ചെയ്തോ? വോട്ട് ചെയ്തു. അതേ ഒന്ന് കാണിച്ചു കൊടുത്തേ. അതാ കണ്ടോ, ജനാധിപത്യത്തിന്റെ ഈ അടയാളം ഇങ്ങനെ അഭിമാനത്തോടെ കാണിക്കുകയാണ് അല്ലേ. പേരെന്താ? പേര് കോമളം. കോമളം. ഇവിടെ അടുത്ത് തന്നെയാണോ വീട്? അല്ല, പാമ്പാടിയില്. പാമ്പാടിയിലെ ബൂത്ത്, പാമ്പാടിയിലെ 115 നമ്പർ ബൂത്താണ്. ഇവിടെ ഇങ്ങനെ കണ്ടോ, ഇത്രയും ആളുകൾ, പ്രായമായ സ്ത്രീകളൊക്കെ ഇങ്ങനെ വരി നിന്ന് വോട്ട് ചെയ്യുന്നുണ്ട്. സ്ത്രീകളൊക്കെ മത്സരിച്ച് വോട്ട് ചെയ്യാൻ വന്നു നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ 117 നമ്പർ ബൂത്തിലാണ് കെ ബാലകൃഷ്ണന്, NDA സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണന് വോട്ടുണ്ടായിരുന്നത്. 117 നമ്പർ ബൂത്തിലാണ്. അദ്ദേഹം രാവിലെ തന്നെ വന്ന് വോട്ട് രേഖപ്പെടുത്തി പോവുകയും വോട്ടിടാൻ വന്നപ്പോഴും അതിനുശേഷവും ഒക്കെ നമ്മൾ അദ്ദേഹത്തോട് സംസാരിച്ചു. നല്ല ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത്. തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ഒരു പ്രതിഫലനം ഇവിടെ ഉണ്ടാകുമെന്ന ആത്മവിശ്വാസമാണ് അദ്ദേഹം നമ്മളോട് പങ്കുവച്ചത്. പിന്നെ ഈ മണ്ഡലത്തിലെ മറ്റൊരു സെലിബ്രിറ്റി വോട്ടർ, അദ്ദേഹത്തെയും നമ്മൾ കണ്ടു. ലാൽ ജോസ്, സിനിമാ സംവിധായകൻ ലാൽ ജോസ്, അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി മടങ്ങുമ്പോൾ സംസാരിച്ചു. ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യം ഈ ഘട്ടത്തിൽ ഇല്ലായിരുന്നു എന്നായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചത്. എന്തായാലും എല്ലാവരും, നമ്മൾ ഈ ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് കണ്ട ആവേശം ഈ പോളിംഗ് ദിവസവും പ്രതിഫലിക്കുന്നതാണ് കാണുന്നത്. 3 മുന്നണികളും വലിയ ആത്മവിശ്വാസത്തിലാണ്. അവരുടെ സ്ഥാനാർത്ഥികളിൽ 3 മുന്നണികളും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഓരോ മുന്നണിയും അവർക്ക് പറ്റാവുന്ന, ഈ മണ്ഡലത്തിൽ കഴിയാവുന്നതിൽ വച്ച് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിരിക്കുന്നത്. ഇടതുപക്ഷം തുടക്കത്തിൽ തന്നെ യാതൊരുവിധ സംശയവുമില്ലാതെ UR പ്രദീപ് എന്ന പേരിലേക്ക് എത്തുന്നു. കെ രാധാകൃഷ്ണൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള നേതാവ് ഒരുപക്ഷെ കെ രാധാകൃഷ്ണനോടൊപ്പമോ അതിനേക്കാളും ഒരുപക്ഷെ പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ UR പ്രദീപിൻ്റെ പേര് പറയുകയും വിജയസാധ്യത പറയുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്താണെങ്കിൽ രമ്യ ഹരിദാസ് വന്നതോടുകൂടി തന്നെ കോൺഗ്രസ് ക്യാമ്പുകൾ ഇളകി മറിയുന്നതാണ് നമ്മൾ കണ്ടത്. ചിട്ടയോടുകൂടിയുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നമ്മൾ കണ്ടത് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന്. അതുപോലെ നാട്ടുകാരനായ കെ ബാലകൃഷ്ണൻ എത്തിയപ്പോൾ NDA ക്യാമ്പും അതുപോലെ ഉത്സാഹത്തിലാകുന്നത് നമ്മൾ കണ്ടു. തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രതിഫലനം, അതിൻ്റെ ഒരു തുടർച്ച ഇവിടെ ഉണ്ടാകും എന്ന ആത്മവിശ്വാസമാണ് എല്ലായ്പ്പോഴും BJP ചേലക്കരയിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ പ്രചരണ രംഗത്തെ ആവേശം അതേപടി പോളിംഗ് ഡേയിലും കാണുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്നും നൽകാൻ കഴിയുന്ന വിവരം. ചെയ്തു. ശരി ലക്ഷ്മിയിലേക്ക് മടങ്ങി വരാം. വയനാട്ടിലെ തിരഞ്ഞെടുപ്പ് വിശേഷം ഏതുവരെയായി, വോട്ടെടുപ്പ് കാര്യങ്ങൾ എന്നൊക്കെ കൂടി അറിയേണ്ടതുണ്ട്. അപ്പോൾ ലിജോ ഉണ്ട് നമുക്കൊപ്പം. ലിജോ, വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ 3 ടെറൈനാണ്. എങ്ങനെ പോകുന്നു പോളിംഗ്? വയനാട് ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പോലെ 3 ടെറൈനാണ്. വയനാട് മുകൾത്തട്ടിൽ 3 നിയമസഭാ മണ്ഡലമാണുള്ളത്. അവിടെ ശരാശരി 33-34% വോട്ടിംഗ് പെർസെൻറ്റേജാണ്, പോളിംഗ് ശതമാനമാണ് ഇപ്പോൾ ഉള്ളത്. ആകെ മൊത്തം 7 നിയമസഭാ മണ്ഡലത്തിൽ വയനാട്ടിലെ 3 നിയമസഭാ മണ്ഡലങ്ങളുടെ അവസ്ഥ അതാണ്. താഴേക്ക് വരുമ്പോൾ കോഴിക്കോട് ജില്ലയിലുള്ള തിരുവമ്പാടി നിയമസഭാ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ഇതുവരെ 12:30 വരെ ഉണ്ടായിട്ടുള്ളത്. അത് 36%. വണ്ടൂര്, നിലമ്പൂർ, ഏറനാട് എന്നിങ്ങനെ മലപ്പുറത്തെ 3
നിയമസഭാ മണ്ഡലങ്ങളിൽ ശരാശരി 33-34 ശതമാനമാണ്. അങ്ങനെ മൊത്തം 35 ശതമാനത്തോളമാണ് ഇപ്പോൾ വയനാട്ടിൽ 12:30 വരെ ഉച്ച വരെയുള്ള ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ശതമാനം എന്നുള്ളത്. പ്രിയങ്ക ഗാന്ധിയും അതോടൊപ്പം തന്നെ സത്യൻ മൊകേരി CPIക്ക് വേണ്ടിയും NDAക്ക് വേണ്ടി നവ്യ ഹരിദാസ് എന്നിങ്ങനെ 3 പേരാണ് പ്രധാനമായ 3 മുന്നണികൾക്ക് വേണ്ടി മത്സരിക്കുന്നത്. അതിൽ തന്നെ പ്രിയങ്ക ഗാന്ധി സ്വാഭാവികമായ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലൊക്കെ വളരെ ശക്തമായ സ്ത്രീ സാന്നിധ്യം ഉണ്ടായിരുന്നു. വലിയ തോതിൽ പ്രായഭേദമന്യുള്ള സ്ത്രീകൾ എല്ലാവരും ഈ പ്രചാരണ വേളയിലെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അത് അത്രത്തോളം ഗംഭീരമായി വോട്ടിങ്ങിൽ പോളിംഗിൽ അത് പ്രതിഫലിക്കുന്നുണ്ടോ എന്നുള്ളത് കുറെ കൂടി കഴിഞ്ഞ് മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. 2019 രാഹുൽ ഗാന്ധി ആദ്യമായി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തുന്ന സമയത്ത് 83% വോട്ടിംഗ് പെർസെൻറ്റേജ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ഏതാണ്ട് 4,21,000 വോട്ട് 61,000 വോട്ട് എന്ന വലിയ ഭൂരിപക്ഷം നേടാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞത്. അത് 2024 എത്തുമ്പോഴേക്ക് ആ വോട്ടിംഗ് പെർസെൻറ്റേജിൽ വളരെ 10% കുറവുണ്ടായി. ഏതാണ്ട് 73% ആ വോട്ടിംഗ് പെർസെൻറ്റേജ് 2024 ഈ കഴിഞ്ഞ തൊട്ട് മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്രത്തോളം കുറവുണ്ടായിരുന്നു. അങ്ങനെയാണ് അത് പോളിംഗ് പെർസെൻറ്റേജിലും വലിയ കുറവ്, അത് ഭൂരിപക്ഷത്തെയും വലിയ തോതിൽ ബാധിച്ചു. 3,63,000 എന്ന നിലയിലേക്ക് ആ ഭൂരിപക്ഷം കുറഞ്ഞു. അത് ഇനിയിപ്പോൾ ഈ തവണ എത്രത്തോളം വോട്ടിംഗ് പെർസെൻറ്റേജ് ഉണ്ടാവും അതിനനുസരിച്ചായിരിക്കും ഈ ഭൂരിപക്ഷം അടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോൺഗ്രസ് അവകാശപ്പെടുന്നത് 5 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം ഉണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ കാണുന്ന ഈ വോട്ടിംഗ് പെർസെൻറ്റേജ് പോരാ എന്നുള്ളതാണ്. പലയിടങ്ങളിലും ആളുകൾ വോട്ട് ചെയ്യാൻ എത്താത്തൊരു സാഹചര്യം, അല്ലെങ്കിൽ നീണ്ട ക്യൂവോ അത്തരത്തിലുള്ള ആളുകൾ വന്നും പോയി നിൽക്കുന്ന തരത്തിൽ മാത്രമാണ് ഇപ്പോഴും പലയിടങ്ങളിലും ഇപ്പോഴും പോളിംഗ് ബൂത്തുകൾ ഉള്ളത്. പ്രത്യേകിച്ച് സുൽത്താൻ ബത്തേരി പോലുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ, അതോടൊപ്പം തന്നെ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലൊക്കെ വളരെ പതുക്കെയാണ് ഇപ്പോഴും പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം പോളിംഗ് പെർസെൻറ്റേജ് ഉണ്ടാവും എന്നുള്ളത് ഇപ്പോൾ 1 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ 4 മണിക്കൂർ കൂടെ 6 മണി വരെയാണ് പോളിംഗ് ഉള്ളത്. ആ സമയമാകുമ്പോഴേക്കും കഴിഞ്ഞ തവണത്തെ അത്രയോ, അതായത് 75% പോളിംഗ് പെർസെൻറ്റേജ് എത്തുമോ എന്നുള്ളതാണ് എല്ലാവരും ശ്രദ്ധയോടെ കാണുന്നത്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തം ഉണ്ടായതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് അത് കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ പ്രദേശമാണ്. ആ പ്രദേശത്ത് ആളുകൾ രാവിലെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ചൂരൽമലയിൽ പല ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയ, അതായത് ഈ ദുരന്തത്തിന് ശേഷം പലയിടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടി വന്ന ആളുകളൊക്കെ ചൂരൽമല ദേവാലയത്തിൽ ആണ് പോളിംഗ് സ്റ്റേഷൻ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 169 നമ്പർ പോളിംഗ് സ്റ്റേഷൻ. അവിടേക്ക് പല ആളുകളും എത്തുന്നുണ്ട്. അത്തരത്തിൽ അവിടെയും വോട്ടിംഗ് പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും കുറേ ആളുകൾ അവിടെയും വോട്ട് ചെയ്യാനെത്താത്ത സാഹചര്യമുണ്ട്. അങ്ങനെ മൊത്തത്തിലൊരു തണുപ്പൻ മട്ടിലാണ് വയനാട്ടിലെ പോളിംഗ്. അത് താഴെയായാലും മുകളിലെ ഏത് ടെറൈൻ നോക്കിയാലും അവിടെയൊക്കെ ഒരു തണുപ്പൻ മട്ടിലാണ് ഇപ്പോഴും പോളിംഗ് മുമ്പോട്ട് പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഒരു പക്ഷേ ഭൂരിപക്ഷത്തെ, അതോടൊപ്പം തന്നെ ടോട്ടൽ പോളിംഗ് പെർസെൻറ്റേജിനെ വലിയ തോതിൽ ബാധിക്കുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ ലിജോ, വയനാട് ലോക്സഭാ മണ്ഡലവും ചേലക്കര നിയമസഭാ മണ്ഡലവും വിധി എഴുതുകയാണ്. ചേലക്കരയിൽ മികച്ച പോളിംഗ് ആണ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ അത്യാവശ്യം നല്ല ക്യൂവും ഒക്കെ നമുക്ക് പോളിംഗ് സ്റ്റേഷനുകളിൽ കാണാൻ പറ്റുന്നുണ്ട്. വയനാട്ടിലെ തണുത്ത കാലാവസ്ഥ പോലെ തന്നെ വോട്ടെടുപ്പിലും കുറച്ച് പോളിംഗും കുറച്ച് മന്ദഗതിയിലാണെന്നാണ് ഇപ്പോൾ ലിജോ പറയുന്നതിൽ നിന്നും മനസ്സിലാവുന്നത്. വയനാട് 3 ടെറൈനിലായിട്ട് നടക്കുന്ന വോട്ടെടുപ്പാണ്. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പിലെ പോളിംഗ് ദിനത്തിലെ വിവരങ്ങൾ നൽകുകയായിരുന്നു ലിജോയും ലക്ഷ്മി പത്തയും.